നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഈ വർഷത്തെ ആദ്യത്തെ പരമ്പര ആരംഭിക്കാൻ പോവുകയാണ്. ഇംഗ്ലണ്ടിനെതിരായ 5 മത്സര T20 പരമ്പരയാണ് ആദ്യം നടക്കുന്നത്. പിന്നീട് 3 മത്സരങ്ങൾ അടങ്ങിയ ഏകദിന പരമ്പരയും നടക്കും. ഓസ്ട്രേലിയക്കെതിരെ നാണം കെട്ട ഇന്ത്യക്ക് ഇതിന്റെ ക്ഷീണം മാറ്റാൻ ഇംഗ്ലണ്ട് പരമ്പര തൂത്തുവാരേണ്ടതായുണ്ട്. ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ ഇന്ത്യ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന T20 ടീമുമായി കളത്തിലിറങ്ങാനാണ് സാധ്യത. പല സൂപ്പർ താരങ്ങൾക്കും T20 പരമ്പരയിൽ വിശ്രമം അനുവദിക്കാനും സാധ്യതയുണ്ട്. സഞ്ജു സാംസൺ ഓപ്പണർ റോളിൽ ടീമിൽ തുടരും എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും മിന്നും പ്രകടനം നടത്തി ഞെട്ടിക്കാൻ സഞ്ജു സാംസണ് സാധിച്ചിരുന്നു. ഇതേ മികവ് ഇത്തവണയും നടത്താൻ സഞ്ജുവിന് സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. സഞ്ജുവിനെ സംബന്ധിച്ച ചില വമ്പൻ റെക്കോർഡുകൾ നേടിയെടുക്കാനുള്ള സുവർണാവസരം മുന്നിലുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് വിശദമായി നോക്കാം. കൂടുതൽ T20 സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡാണ് സഞ്ജുവിനായി കാത്തിരിക്കുന്നത്. ആദ്യം തന്നെ അന്താരാഷ്ട്ര T20യിൽ കൂടുതൽ സെഞ്ചുറി നേടുന്ന ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡ് സഞ്ജു സാംസന്റെ സ്വന്തം പേരിലാക്കിയിട്ടുണ്ട്. 5 സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മ ഈ റെക്കോർഡിൽ തലപ്പത്ത് നിൽക്കുമ്പോൾ 4 സെഞ്ചുറിയോടെ സൂര്യകുമാർ യാദവ് 2ാം സ്ഥാനത്തുണ്ട്. സഞ്ജുവിന്റെ പേരിൽ 3 സെഞ്ചുറികളാണുള്ളത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2 സെഞ്ചുറി നേടിയ സഞ്ജുവിന് ഇതേ മികവ് ഇംഗ്ലണ്ടിനെതിരെയും ആവർത്തിക്കാനാകും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. സഞ്ജുവിന് 2 സെഞ്ചുറി കൂടി നേടാനായാൽ കൂടുതൽ T20 സെഞ്ചുറിയുള്ള ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡിൽ തലപ്പത്തേക്ക് എത്താനും സാധിക്കും. സഞ്ജുവിന്റെ സമീപകാലത്തെ ഫോം വിലയിരുത്തുമ്പോൾ ഈ റെക്കോർഡ് നേടിയെടുക്കുക അദ്ദേഹത്തിന് പ്രയാസം ആയിരിക്കില്ല. എന്തായാലും അത്രയ്ക്ക് സഞ്ജുവിന് എളുപ്പമാകില്ല എന്ന് ഉറപ്പാണ്. ബംഗ്ലാദേശിനെതിരെ ഒരു ഓവറിൽ 5 സിക്സുകൾ പായിച്ച സഞ്ജുവിന് നേരിയ വ്യത്യാസത്തിലാണ് ഒരു ഓവറിൽ 6 സിക്സറുകൾ പറത്താൻ സാധിക്കാതെ പോയത്. യുവരാജ് സിംഗിന് ശേഷം അന്താരാഷ്ട്ര T20യിൽ ഈ നേട്ടത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി മാറാൻ ഇംഗ്ലണ്ട് T20 പരമ്പരയിലൂടെ സഞ്ജു സാംസണ് സാധിക്കുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട്. ഫോമിലാണെങ്കിൽ അനായാസം റൺസ് ഉയർത്താൻ കഴിവുള്ള താരം തന്നെയാണ് സഞ്ജു സാംസൺ. സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ കടന്നാക്രമിക്കാൻ സഞ്ജുവിന് പ്രത്യേക കഴിവുണ്ട്. കൂടുതലും സ്പിന്നർമാർക്കെതിരെയാണ് സഞ്ജു കൂടുതൽ മികവ് കാട്ടുന്നത്. ഇന്ത്യൻ സാഹചര്യത്തിൽ സഞ്ജുവിന് ഈ റെക്കോർഡ് നേടിയെടുക്കാനുള്ള സുവർണ അവസരമാണ് മുന്നിലുള്ളത്. നേടിയെടുക്കാനാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതുപോലെ തന്നെ സഞ്ജു സാംസണ് T20യിലെ സിക്സറുകളുടെ എണ്ണത്തിൽ 50 ക്ലബിൽ എത്താനുള്ള അവസരവും മുന്നിലുണ്ട്. T20യിൽ 46 സിക്സുകളാണ് അദ്ദേഹം ഇതുവരെ പറത്തിയിട്ടുള്ളത്. 4 സിക്സർ അകലെ T20യിലെ 50 സിക്സർ ക്ലബിലേക്ക് എത്താൻ സഞ്ജു സാംസണ് സാധിച്ചേക്കുമെന്നാണ് പറയുന്നത്. അനായാസം സഞ്ജു ഈ എലൈറ്റ് ക്ലബിലേക്ക് എത്തിയേക്കും. വിരമിക്കുമ്പോഴും സഞ്ജു സാംസൺ 100ന് മുകളിൽ സിക്സറുകൾ T20യിൽ പറത്തുമെന്ന കാര്യവും ഉറപ്പാണ്. സഞ്ജുവിന്റെ ഓപ്പണിംഗിലെ പ്രകടനം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. യശസ്വി ജയ്സ്വാൾ പരമ്പരയ്ക്ക് ഉണ്ടാകില്ല എന്നാണ് വിവരം. അങ്ങനെ വന്നാൽ സഞ്ജുവിന് മുകളിലാകും കൂടുതൽ പ്രതീക്ഷയും സമ്മർദ്ദവും ഉണ്ടാവുക. മിന്നിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഓപ്പണർ സ്ഥാനമടക്കം തെറിക്കാനും സാധ്യതയുണ്ട്. സഞ്ജുവിന് ഇതുവരെ മാൻ ഓഫ് ദ സീരീസ് പുരസ്കാരമൊന്നും നേടാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് പരമ്പരയിലൂടെ ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കാനുള്ള അവസരവും മുന്നിലുണ്ട്.